പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 4-ാം വാക്യം. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു, അത് ഏറ്റവും വലുതായിരുന്നു. പ്രിയ മക്കളെ, സുവിശേഷങ്ങളിലെല്ലാം നാം നോക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും ചില സഹോദരിമാരും ഒത്തൊരുമിച്ച് ഹല്ലേലൂയ അതിയായ ഇരുട്ടുള്ള സമയത്ത് അതികാലത്ത് എഴുന്നേറ്റ് അവര് ഈ കല്ലറയ്ക്കലേക്ക് പോവുകയാണ്. പക്ഷെ ഇവിടെ മഗ്ദലക്കാരത്തി മറിയ എന്ന് പറയുന്നത് 7 ഭൂതങ്ങളാൽ ബന്ധിക്കപ്പെട്ടവളായിരുന്നു എന്ന് നമുക്ക് സുവിശേഷത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അതായത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അതായത് ഒരു ദൈവ പൈതലിനെ ഈ ഇരുട്ടൊരു വിഷയമല്ല. ഹല്ലേലൂയ. ഇവർ അധികാലത്ത് ഇരുട്ടുള്ളപ്പോഴാണ് ഈ കല്ലറയ്ക്കൽ പോകുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അവർ നോക്കുക, ഈ കല്ലൊക്കെ ആര് ഉരുട്ടിക്കളയും, എങ്ങനെ ഇത് മാറ്റും. അവർ ഇന്നലെ ഈ സഹോദരന്മാർ ഈ കല്ല് കണ്ടിട്ട് പോയതാ. അവർക്കിതൊരു വലിയ ഭാരമായി. പലപ്പോഴും ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രിയ മക്കൾ ഇതുപോലാണ്. ഹല്ലേലൂയ. കല്ലുപോലുള്ള അവസ്ഥകൾ കടന്നു വരാം. കല്ല് കാഠിന്യത്തിൻ്റെയും ഭാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും മൂല്യ വസ്തുവായി തീരാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ. പക്ഷേ എഗസ്കേൽ പ്രവാചകൻ പറയുന്നുണ്ട് 11-ാം അധ്യായം 19-ാം വാക്യത്തിൽ, അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്നു എൻ്റെ വിധികളെ പ്രമാണിച്ചു ആചരിക്കേണ്ടേനെ ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. ഹല്ലേലൂയ. ചില കല്ലുകൾ ചില നന്മയ്ക്കും കാരണമായി തീരാറുണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇവിടെ ഈ സഹോദരിമാരൊക്കെ നോക്കുമ്പോൾ കല്ല് ഞങ്ങൾ ഇതിൽ നിന്ന് ആര് നീക്കിക്കളയും, എങ്ങനെയായിരിക്കും എന്ന് ഭാരത്തോട് പോകുമ്പോൾ ഹല്ലേലൂയ അവർ വിശ്വസിച്ചതിനപ്പുറമായിട്ട് ഇവിടെ അത്ഭുതം കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന അപ്പം. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ വിശ്വസിച്ച് നാം കുഴികൾ എടുത്താലുണ്ടല്ലോ ഹല്ലേലൂയ നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെ അനുകൂലമാക്കുവാൻ അപ്പന് കഴിയും. ഹല്ലേലൂയ. പ്രവർത്തിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രിയ മക്കളെ, വിശ്വാസത്തോട് തന്നെ നാം മുന്നോട്ട് നീങ്ങണം. ഹല്ലേലൂയ. വിടുതൽ പ്രാപിച്ച വ്യക്തിയാണോ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഈ മഗ്ദലക്കാരത്തി മറിയ ഹല്ലേലൂയ അവൾക്കും മറ്റു സഹോദരിമാർക്കും യേശുവപ്പനെ ഹല്ലേലൂയ കാണണം. കല്ലറയ്ക്കൽ ചെന്ന് സുഗന്ധവർഗം പൂശണം. ഇരുട്ടാണോ വലിയ കല്ലാണോ അതൊരു വിഷയമേ അല്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, മരിച്ചു കിടക്കുന്ന കർത്താവിനെ കാണാൻ ചെന്നവർ കാണുന്നത് എന്താ? ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഒരു കാര്യം ഓർക്കുക, മരിച്ചു കിടക്കുന്ന അസാധ്യമായ വിഷയമാണ് നമ്മുടെ മുമ്പിലെങ്കിൽ ജീവന്റെ വഴി തരുന്ന കർത്താവാ നമ്മോടൊപ്പം ഉള്ളത്. ഹല്ലേലൂയ. നാം വിശ്വസിച്ചാൽ മതി, കർത്താപ്പച്ച് നമുക്ക് വേണ്ടി അത്ഭുത പ്രവർത്തികൾ ചെയ്തു തരും. നമ്മുടെ ഏത് വിഷയമാണെങ്കിലും ഭാരപ്പെടുത്തുന്ന എന്ത് തന്നെയായാലും അവിടുന്ന് മറുപടി നൽകി തരുന്ന അപ്പൻ. ഇവർക്കെന്താ ഈ കല്ലുരുട്ടിക്കളയുന്ന ആരാ? എങ്ങനെയാണ് അപ്പൻ്റെ ഹല്ലേലൂയ സന്നിധി വെച്ച് ഈ സുഗന്ധവർഗം പൂഷണം എങ്ങനെ ചെയ്യുമെന്ന് ഭാരത്തോട് ഇരിക്കി ചെല്ലുമ്പോൾ അവിടെ ഹല്ലേലൂയ കല്ലുരുട്ടിക്കളഞ്ഞതായിട്ടാ കാണാം. പ്രിയ മക്കളെ, കല്ല് പോലുള്ള നമ്മുടെ പ്രശ്നങ്ങളെ നീക്കുവാൻ ദൈവം ഇന്നും ശക്തനാ. ഹല്ലേലൂയ. നാം അങ്ങ് വിശ്വസിച്ചിറങ്ങിയാൽ മതി. അപ്പൻ്റെ സന്നിധി നമ്മുടെ വിഷയം വെച്ചാൽ മതി. അവിടുന്ന് ഭാരമേറിയ വിഷയം ഏതായാലും അത് ഹല്ലേലൂയ അത് ഒന്നുമില്ലാത്തതുപോലെ ആക്കി തരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇവിടെ ഈ സഹോദരന്മാർക്ക് എന്താ, കല്ലെങ്ങനെ നീക്കും, നമുക്ക് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് ഭാരത്തോടെ ആയിരിക്കും കല്ലറയുടെ അടുക്കലേക്ക് അവർ വന്നത്. ഓ ഹല്ലേലൂയ. മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു വിഷയം. ഹല്ലേലൂയ. ഈ കല്ല് വലുതായിരുന്നു. ഇതാ അവരെ കൂടുതലായിട്ട് വിഷമിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഇതാ, ഈ വിഷയം വലുതാണല്ലോ, ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇത് മാറ്റും. ഹല്ലേലൂയ. കാരണം ഇതുപോലുള്ള വലിയ കല്ലുകൾ മാറ്റിത്തരുവാൻ നമ്മുടെ ദൈവശക്തനാണ്. പലപ്പോഴും നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കാത്തടത്ത് നാം നിസ്സഹായകരാ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും തടസ്സമായി നിൽക്കുന്ന ചില കല്ലുകൾ കണ്ട് ഹല്ലേലൂയ നാം പരിഭ്രമിക്കരുത്. ഹല്ലേലൂയ. നാം പിന്മാറരുത്. നമ്മുടെ ലക്ഷ്യം മുന്നോട്ട് തന്നെയാകണം. പ്രിയ മക്കളെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്ക്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുത്തുന്ന
ഭാരപ്പെടുത്തുന്ന കല്ലുകളെ നീക്കിക്കളയുവാൻ ദൈവം തന്നെ ഹല്ലേലൂയ അതാത് സമയത്ത് തൻ്റെ ദൂതന്മാരെ ഒരുക്കിത്തരും. ഹല്ലേലൂയ. നാം അടുത്തു പോകരുത്, പ്രാർത്ഥനയിൽ തന്നെ മുന്നേറണം. പ്രാർത്ഥനയാൽ കഴിയാത്ത യാതൊന്നുമില്ല പ്രീതി മക്കളെ. ദൈവം കല്ലുകളെ ഉരുട്ടിക്കളയും. പ്രിയരെ, സ്വർഗത്തിലെ ദൈവം നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ഏത് ഭാരമേറിയ വിഷയമാണ്, കുടുംബത്തിലെ വിഷയമാണോ, തലമുറകളുടെ വിഷയമാണോ, സാമ്പത്തികമായിട്ടുള്ള വിഷയമാണോ, മറ്റുള്ളവരിൽ നിന്നുള്ള എന്തെങ്കിലും ഹല്ലേലൂയ പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലും വാക്കുകളാണോ, ഏത് തന്നെയായാലും അതിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പൻ ഹല്ലേലൂയ ദൈവസന്നിധി വെക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ സഹോദരന്മാർ തമ്മിൽ പറയാ, ഈ കല്ല ആരുരുട്ടി മാറ്റും. ഹല്ലേലൂയ. നാം ഇതുപോലെ പല വിധത്തിൽ ചിന്തകളാൽ മുഴുകി സമയം കളയുമ്പോൾ ഹല്ലേലൂയ ഇവിടെ പറയാ, അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടിക്കളഞ്ഞതായിട്ട് കണ്ടു. പ്രിയരെ, നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിന്മേൽ ദൈവം നമുക്ക് മുമ്പായി അത് മനസ്സിലാക്കി നമുക്ക് അത്ഭുതമെന്ന് തോന്നത്തക്കവണ്ണം ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. നാം ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. നമ്മുടെ അപ്പൻ സകലത്തിനും മതിയായവനാണ്, സകലവും നൽകി തരുന്ന അപ്പനാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ അങ്ങ് വിശ്വാസത്തോടെ സമർപ്പിക്കണം. പ്രിയ മക്കളെ, മത്തായിയുടെ സുവിശേഷം 28:2 പറയാ, കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. ഹല്ലേലൂയ. പ്രിയരെ, നോക്ക്, നമ്മുടെ വിഷയത്തിന്റെ മറുപടി വെളിപ്പെടുന്നത് സ്വർഗത്തിൽ നിന്ന്. ഹല്ലേലൂയ. മാനുഷിക കരങ്ങൾ ചിലപ്പോൾ നമുക്ക് അല്പസഹായമായി തീരെങ്കിലും ദൈവീക കരം പ്രവർത്തിക്കുമ്പോൾ പിന്നീട് ആ വിഷയത്തിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പ്രിയ മക്കളെ, നമുക്ക് വേണ്ടി കല്ലുരുട്ടിക്കളയുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതനയച്ചു തരുന്ന ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പൻ നമുക്ക് വേണ്ടി ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നോ അതിന്മേൽ പ്രവർത്തിപ്പാൻ ശക്തനാണ്. നാം പ്രതീക്ഷിക്കാത്ത ജീവിത വഴികൾ ഹല്ലേലൂയ നമുക്ക് അപ്പൻ കാണിച്ചു തരും. ഹല്ലേലൂയ. എവിടെ നിന്നാണെങ്കിൽ ഹല്ലേലൂയ നാം വിചാരിക്കുമ്പോൾ കർത്താപ്പച്ച നമുക്ക് ഒരുക്കി തരും. നമുക്ക് സഹായം ലഭിക്കുന്നത് ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ്. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നാം വേദപുസ്തകം പരിശോധിച്ചാൽ പല വിധത്തിലുള്ള കല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, പാപനിയായ സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് കല്ലെറിയുവാനുള്ള അനുവാദം ചോദിക്കാം. പിന്നീട് യേശുവിനെ പിശാച് പരീക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്നവൻ. അടുത്തതായിട്ട് യാക്കോബ് ഹല്ലേലൂയ ഒരു കല്ലെടുത്ത് തലേണെ വെച്ച് ഉറങ്ങി. പ്രിയരെ, പല വിധത്തിലും ഹല്ലേലൂയ ആശ്വാസവും സഹായവും എല്ലാം ആയി തീർന്നതായിട്ട് കല്ല് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഭാരമാണോ, പ്രയാസമാണോ, ഏത് വിഷയമാണോ, കർത്താപ്പച്ചന് അതെല്ലാം നന്നാക്കി തീർത്തു തരും. ഹല്ലേലൂയ. കല്ല് ഭാരമായി തീർന്നേക്കാം, പലപ്പോഴും അത് സഹായമായി തീർന്നേക്കാം, പലപ്പോഴും ആശ്വാസമായി തീർന്നേക്കാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ഭാരമേറിയ വിഷയം മനുഷ്യരുടെ മുന്നിലല്ല, അല്ലെങ്കിൽ അവർ അല്പമായി സ്വല്പമൊക്കെ സഹായിക്കാം. പ്രിയ മക്കളെ, ഏത് വിഷയമായാലും കർത്താവിന്റെ പാദപീഠത്തിൽ വെക്കുവാണെങ്കിൽ അവിടെ വിടുതലാണ്. ഹല്ലേലൂയ. ആര് ഈ കല്ല് ഉരുട്ടിക്കളയുമെന്ന് ഭാരത്തോടെ ചെന്നപ്പോൾ അവിടെ മാറ്റിയതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഭാരമേറിയ വിഷയം മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞു നടക്കാതെ ദൈവം മുമ്പാകെ വെക്കുമ്പോൾ അവിടെ വിടുതലാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മോട് ഇടപെടുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് വിഷയവും കർത്താവിന്റെ സന്നിധി വെക്കാം. ദൈവസന്നിധി നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ വേദനപ്പെടുത്തുന്നത് ഏത് രീതിയിലുള്ള കല്ലാണ്, ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് അവിടുന്ന് വിടുതലയക്കും. കർത്താവ് എന്ന് ഭാരപ്പെടുന്ന ഓരോ മക്കളുടെ ഏത് കല്ലിന്റെ വിഷയമാണെങ്കിലും അവിടുന്ന് അത്ഭുതം ചെയ്യുവാൻ അങ്ങ് ശക്തനാണല്ലോ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ കുഴികൾ വെട്ടുമ്പോൾ അവിടെ നീരുറവ പുറപ്പെടും. ഹല്ലേലൂയ. ദൈവമേ, അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ ഭാരമേറിയ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്യണം. ഞങ്ങൾക്ക് മുന്നമേ പോയി ഹല്ലേലൂയ വേണ്ടുന്ന വഴികൾ ഒരുക്കുന്ന അപ്പനാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ മനസ്സറിയുന്ന അപ്പനാണ്. ഇന്ന് വിഷയം ഹല്ലേലൂയ ഭാരത്തോടിരിക്കുന്ന ഓരോ മക്കളെയും ദൈവം സഹായിക്കണം, അത്ഭുതം ചെയ്യണം. കർത്താപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.